തിരുകേശത്തെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കും. തിരുകേശത്തിന്റെ ലോജിക്ക് ചോദിക്കുന്നവർ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നബി തങ്ങളുടെ ശരീരത്തിന് നിഴലില്ലാത്തതിന്റെ ലോജിക്ക് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമിനീര് കൊണ്ട് ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുറിവ് പറ്റിയ കണ്ണിനെ ഉണക്കിയതിന്റെ ലോജിക്ക് എന്താണ്? ചന്ദ്രന് രണ്ടായി പിളർത്തിയതിന്റെ ലോജിക്ക് എന്താണ്? സർവോപരി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാശാരോഹണത്തിന്റെ ലോജിക്ക് എന്താണ്? അള്ളാഹുവുമായി ഇങ്ങനെ നേർക്കുനേരെ കണ്ടുമുട്ടിയതിന്റെ ലോജിക്ക് എന്താണ്? ഈ ലോജിക്കുകളെ കുറിച്ച് പറയുന്നവർ അതിന്റെ അർത്ഥം വിശ്വാസപരമായ ദുർബലത നമ്മുടെ ഉള്ളിൽ ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപകടകരമാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി ഈ പുതിയ കാലത്തും ശാസ്ത്രീയമായി അതിവേഗതയിൽ വളർന്നു വികസിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വാസപരമായി നിങ്ങൾ പറയുന്ന അതേ 6-ാം നൂറ്റാണ്ടിൽ യാഥാസ്ഥികത്വം അതിനെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നെറുകയിലെ ഒരു പൊൻതൂവലായിട്ട് വെക്കും. എന്നിട്ട് ഈ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള പുരോഗമനമായ എല്ലാ സംവിധാനങ്ങളുമായും യോജിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും. പോരാ, വിശ്വാസി സമൂഹത്തിന് വിശ്വാസപരമായ കരുത്ത് പ്രദാനം ചെയ്യും. ഈ ധീരതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ധീരത ഈ കാലത്ത് വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ആർജവമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം.